ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മോൾക്ക് പനിയൊക്കെ ആയിട്ട് ക്ലിനിക്കിൽ വന്നതാണ്. അപ്പോൾ അതൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് ലൈറ്റായിട്ട് എന്തോ കഴിക്കണം എന്ന് പറഞ്ഞാൽ കിസ്മത്ത് മലബാർ എന്നുള്ള റെസ്റ്റോറൻറ്റ് അതിൻ്റെ ക്ലിനിക്കിൻ്റെ ബാക്ക് സൈഡിലുണ്ട് കേട്ടോ അതുള്ളത്. അതായത് നമ്മൾ അൽബുസ്താൻ ലുലു ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചത് അൽബുസ്താൻ ലുലു ആണ്. അതിൻ്റെ ബാക്കിലാണ് കേട്ടോ ഈ കിസ്മത്ത് മലബാർ എന്നുള്ള ഹോട്ടൽ വരുന്നത്. സൂപ്പർ ഫുഡാണ്. 5 ദിറംസ് കയ്യിൽ വെച്ച് നമ്മൾ പോയാൽ മതി, എന്ത് വേണം നമുക്ക് കഴിച്ചിട്ട് ഇവിടെ പോരാ. അപ്പോൾ കണ്ടതിൻ്റെ അതിൻ്റെ മീനൊക്കെ അവർ ഗ്ലാസ് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി 7 ദിറംസ്, ഇത് 2 പഴംപൊരി, ബീഫ് പ്ലസ് 1 ടീ, അതിന് 5 ദിറംസേ ഉള്ളൂ. പിന്നെ ഷവർമ പ്ലസ് 1 ജ്യൂസ് 5 ദിറംസ്. എല്ലായിടത്തും പോയാലും 6.5 ദിറംസ് തന്നെ, ഒരു 6 ദിറംസൊക്കെ ഷവർമക്ക് ചിലർ വാങ്ങുന്നുണ്ട്. ഇവിടെ 5 ദിറംസിന് നമുക്ക് ജ്യൂസും കിട്ടും ഷവർമയും കിട്ടും. ഇതാണ് അതിൻ്റെ പുറത്തിരിക്കുക. സീറ്റിങ്സ് ഒക്കെ കുറച്ച് കുറവാണ്. ബാച്ചിലേഴ്സിന് നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ എത്ര വെള്ളം പോയിരുന്ന് അവിടെ ഇരുന്നിട്ട് കഴിക്കട്ടോ. ആ സെക്ഷനിൽ പോയിട്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ചെറിയ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഓക്കെയാണ്. അതിന് താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ പോയിരുന്ന് കഴിക്കട്ടെ. ചിലർക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാത്തരം പോയിരിക്കും. അതിൻ്റെ സ്നാക്സാണ്. സ്നാക്സ് 5 മണി മുതൽ 7 മണി വരെയൊക്കെ ഉള്ളൂ കേട്ടോ. 7:30 ഉള്ളൂ ആ ടൈം. കിളിക്കൂട്, മുട്ട ബജ്ജി, സമൂസ, ചന മസാല, കട്ട്ലറ്റ്, ബോണ്ടകൾ, അങ്ങനെ പല രീതി. ചന മസാല ആണ്, ചിക്കൻ റോള്, പിന്നെ പക്കോട എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് തുടങ്ങി. ഏകദേശം പിന്നെ ഷവർമ്മയുടെ ഏരിയ, അതായത് ഷവർമ്മ ഉണ്ടാക്കുന്നുണ്ട് അവിടെയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഷവർമ്മ പ്ലസ് ഉണ്ടോ, ഷവർമ്മ ലെമൺ ജ്യൂസ്, ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് 5 ദിറംസല്ലേ, ലാഭമല്ലേ. പിന്നെ ഇതാണ് അതിൻ്റെ സൈഡിലാണ് സ്നാക്സ് വരുന്നത്. പിന്നെ ആദ്യം നമ്മൾ കഴിച്ചത് 2 പഴംപൊരി ബീഫും, അതിനാകെ വേറും 5 ദിറംസേ ഉള്ളൂ. ചിലയിടത്ത് പഴംപൊരി 1.5 ദിറംസ് ഉണ്ടാവും. എന്തായാലും ഇങ്ങനെ 5 ദിറംസിന് കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ 10-20 വർഷമായിട്ട് ഞാൻ അവിടെ ഉള്ള ആളാണ്. ഇത്രയും എൻ്റെ ജീവിതത്തിനിടയ്ക്ക് ഇപ്പോൾ ഈ ടിക്ടോക്ക് വന്നതിന് ശേഷം ഓഫറും കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കഴിക്കുന്നത് ആദ്യമായിട്ട് ഇത്ര വിലക്കുറവിൽ. ഇത് 2 പൊറോട്ട പ്ലസ് ബീഫ് ഫ്രൈയും ഒരു ഗ്രേവിയും. ഇതിന് 5 ദിറംസ് അതുകൊണ്ട് കേട്ടോ. 5 or 7 ആണ്. പിന്നെ ഇതാ മെനു അവിടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. സൂപ്പറാണ്. അടുത്താണെങ്കിൽ പോയി എന്തായാലും കഴിക്കണം. പിന്നെ ഇത് നെയ് റോസ്റ്റ്, ചമ്മന്തി, സാമ്പാർ, പിന്നെ വേറൊരു ഗ്രേവി. ഇതും 7 ദിറംസ് തോന്നും കേട്ടോ. അൽബുസ്തയിലുള്ള ഫാമിലി ആണെങ്കിലും ബാച്ചേഴ്സിനാണെങ്കിൽ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫുഡാണ്. റേറ്റും കുറവാണ്. ഫാമിലിക്ക് ഞാൻ പുറത്തിരിക്കാന്ന് വെച്ചാൽ കുട്ടികൾക്ക് പനിയൊക്കെ ആയതുകൊണ്ടാണ് പുറത്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തിരുന്ന് കഴിക്കാനും സുഖമാണ്. ചിലർക്ക് അങ്ങനെ പോയിരുന്ന് മടി ഉണ്ടാവും ഫാമിലിക്കാരെങ്കിലും. എന്നാലും കുഴപ്പമില്ല, മടിയില്ലാത്തവരൊക്കെ പോയിരുന്ന് കഴിക്കട്ടോ. കാരണം എത്ര വലിയ ഹോട്ടലും സെറ്റപ്പ് ഒന്നുമില്ല, ഉള്ളിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും എനിക്കിങ്ങനെ ചെറിയ ഹോട്ടൽ പോയിരുന്ന് കഴിക്കേണ്ട എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ഫുഡല്ല കഴിക്കേണ്ടത്. അത് നല്ല റേറ്റ് നമുക്ക് ഇവിടെ പോയി കഴിക്കാം. വേച്ചസിനാണെങ്കിൽ സുഖമാണ്. രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ പോയാലും 5 ദിറംസേ ഉള്ളൂ. പിന്നെ ഫ്രൈഡേ ഇവർക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിക്ക് 5 ദിറംസ് ഫ്രൈഡേ മാത്രം. പിന്നെ നെയ്ച്ചോറ്, പള്ളിക്കറി അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ 10 ദിറംസ് 12 ദിറംസൊക്കെ വരുന്നത്. ബാക്കി കോംബോ ബിരിയാണി 7 ദിറംസ് ആണെന്നും. ഇതൊക്കെയാണ് അവരെ മെനു വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിക്കുക. അത് അത്രയും റേറ്റിന് കുറവ് തന്നെ നമുക്ക് ഇവിടുന്ന് പിന്നെ ഫുഡ് കിട്ടാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര കുറവിൽ കഴിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതുവരെ ഞാൻ ഇത്ര റേറ്റ് കുറവിൽ കഴിച്ചിട്ടില്ല. കഴിച്ചാലും ഫുഡ് അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചതിൽ ഞാൻ കുട്ടികൾക്ക് പനിയായിട്ട് ഇത്രയും വെച്ച് നിർത്തിയത്, അല്ലെങ്കിൽ ഇനിയും കഴിച്ചിരുന്നു. അപ്പോൾ ആരെയുണ്ടെങ്കിൽ ആ ഏരിയയിലുണ്ടെങ്കിൽ പോയി കഴിക്കുക. നല്ലൊരു ഹോട്ടലാണ്. റേറ്റും കുഴപ്പമില്ല. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന റേറ്റിന് വെച്ച് നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിച്ച് പോരാം. എനിക്ക് അവിടുത്തെ ഫുഡും ഇഷ്ടമായി, റേറ്റും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടത്. ഇനിയിപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള വല്ല ബാച്ചിലേഴ്സോ ഫാമിലീസോ ആർക്ക് പോകാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അജ്മൻ ഏരിയയിലുള്ളവർക്ക് പോയി കഴിക്കാം. നമ്മൾ നേരത്തെ ചെന്നതോട്ടാ, അതുകൊണ്ടാണ് തിരക്കുറപ്പ്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജ്മൻ അൽബുസ്താൻ ലുലുവിൻ്റെ ബാക്ക് സൈഡ് ബ്ലൂമിംഗ്ടൺ സ്കൂളിൻ്റെ സെൻട്രലായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ, താങ്ക് യു.